ഹായ് ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ റിക്വയർമെൻറ്റ് പ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഒരുപാട് കുട്ടികൾ നെക്സ്റ്റ് എക്സാമിനെ പറ്റി നമ്മുടെ ലൈവിലൊക്കെ കേട്ടു അല്ലേ. എന്താണ് നെക്സ്റ്റ് എക്സാം, എന്തിനാണ് നെക്സ്റ്റ് എക്സാം എഴുതിയാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ പറയാം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനും കാണുക. അതോടൊപ്പം തന്നെ സൈലം നെസ്റ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും അതിൽ ലഭിക്കുന്നതാണ്. കൂടാതെ നമുക്കൊരു QR കോഡ്, താഴെ നിങ്ങൾക്കൊരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, നെക്സ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ സൈലം നേരിട്ട് നടത്തുന്ന, സൈലത്തിൻ്റെ സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് ക്ഷണിക്കാൻ വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാമാണ്. അതായത് +1 +2 പഠനത്തോടൊപ്പം തന്നെ നീറ്റ്, JEE പോലുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട്. നീറ്റ് JEE മാത്രമൊന്നും അല്ല കേട്ടോ, NDA ഉണ്ട്, CUET ഉണ്ട്, അങ്ങനെ ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെക്സ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് എക്സാമിലൂടെ ഒരു കുട്ടി സൈലം സ്കൂളിലേക്ക് വരികയാണെങ്കിൽ ആ +1 +2 പഠനം സൈലത്തിൻ്റെ കീഴിലായിരിക്കും ആ കുട്ടി പഠിക്കാൻ പോകുന്നത്. ഈ പ്രാവശ്യം നമ്മൾ സ്റ്റേറ്റ് സിലബസുകാർക്കും CBSE സിലബസുകാർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് എക്സാമാണ് നടത്തുന്നത്. രണ്ടുപേർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള സിലബസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതേപോലെ തന്നെ 2 തരത്തിലുള്ള സ്കൂളുകളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നിങ്ങളെ കൂടുതൽ ഫോക്കസ് ആക്കാനും ഏറ്റവും മികച്ച രീതിയിൽ ബോർഡ് എക്സാമിനും മാർക്ക് വാങ്ങാനും അതോടൊപ്പം തന്നെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി നിങ്ങളെ ഇൻഫോം ചെയ്തു. നീറ്റ് എന്തിനാണ്? പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2 എക്സാമുകൾ നീറ്റും JEE ആണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളെ പറ്റിയാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത്. നീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുക്കാം, അതും ഗവൺമെൻറ് സീറ്റ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാം, പ്രൈവറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് ലക്ഷങ്ങളുടെ കണക്കുകളാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഈ നീറ്റിൽ ഓൾ ഇന്ത്യ റാങ്കുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് എയിംസ് ആണ്. അതിൽ ന്യൂഡൽഹി, അങ്ങനെ ഒരുപാട് എയിംസുകളുണ്ട്. ഈ എയിംസിലേക്ക് എത്താനായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നീറ്റ് എക്സാം നിങ്ങളെ സഹായിക്കാം. എന്നാൽ അതല്ലാത്ത അതേ നിലവാരത്തിലുള്ള ഒരുപാട് ജിപ്മർ പോലത്തെ മെഡിക്കൽ കോളേജ് വേറെയുണ്ട്. അവിടേക്കൊക്കെ ഈ നീറ്റ് എക്സാം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഫീസ് ഒന്നുമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് ഡോക്ടറായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റും. ഇതേപോലുള്ളൊരു എക്സാമാണ് JEE അഥവാ ജോയിൻറ്റ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. ശരിക്കും JEEക്ക് 2 തരങ്ങളുണ്ട്. അതായത് JEE അഡ്വാൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നോർമലായിട്ടുള്ള JEE മെയിൻ ഉണ്ട്. സോ ഈ 2 എക്സാമുകളും എഴുതിയാൽ കുട്ടികൾക്ക് എത്താൻ പറ്റുന്നത് JEE അഡ്വാൻസ് എഴുതിയ കുട്ടികൾക്ക് മാത്രമാണ് നമ്മുടെ IITകളിൽ എത്താൻ പറ്റുക. ഇപ്പോൾ ഞാനിവിടെ ചെറിയൊരു പോസ്റ്റർ കാണിച്ചു തരാം. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവർ പഠിച്ചെത്തിയ സ്ഥലങ്ങളിൽ ഈ പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരൊക്കെ ഇപ്പോൾ നമ്മുടെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അവർക്ക് അഡ്മിഷൻ കിട്ടിയ സ്ഥലങ്ങളുടെ മുന്നിൽ പോയിട്ട് ഭയങ്കര പ്രൗഢിയോടുകൂടി എടുക്കുന്ന ഫോട്ടോസാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളാണ്. IITകളിലും എയിംസുകളിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 30-ലധികം വിദ്യാർത്ഥികൾ IITയിലേക്ക് എത്തിക്കാൻ സൈലത്തിന് സഹായിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഭൂരിപക്ഷം കുട്ടികളും വരുന്നത് നമ്മുടെ സൈലം സ്കൂളുകളിൽ നിന്നാണ്. +1 +2 പഠനത്തോടൊപ്പം തന്നെ നീറ്റ് JEEക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് കിട്ടാതെ 90%, 95%, 60%, 50% സ്കോളർഷിപ്പ് കിട്ടാതെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അതായത് നിങ്ങളിപ്പോൾ നെക്സ്റ്റ് എക്സാം എഴുതി നമ്മുടെ സൈലത്തിൻ്റെ ഈ കാണുന്ന ഇതാണ് നമ്മുടെ നീറ്റ് JEE 2029 നിങ്ങൾക്ക് എഴുതാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം +1, അതിനുശേഷം +2 കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നീറ്റ് JEE ഒക്കെ എഴുതും. അപ്പോൾ 2029 നിങ്ങൾക്കുള്ള എക്സാം വരാൻ പോകുന്നത്. ആ എക്സാമിൽ സൈലം നിങ്ങൾ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കും. ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നീറ്റ് JEE പോലത്തെ എൻട്രൻസ് എക്സാമുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന എൻട്രൻസ് എക്സാമുകളായിരിക്കും നമ്മൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ കാണുന്ന നെക്സ്റ്റ് എക്സാം കേരളത്തിലുടനീളമായിട്ട് സെപ്റ്റംബർ 13 നെക്സ്റ്റ് എക്സാം നടക്കുന്നത്. കേരളത്തിൽ ഒരുപാട് സെൻറ്ററുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകിച്ച് പൈസ വേണോ? ഒരു പൈസയും വേണ്ട. സെപ്റ്റംബർ 13 നിങ്ങൾക്ക് തന്ന സമയത്ത് നിങ്ങൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. വെറുതെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട. അപ്പോൾ സ്റ്റേറ്റ് സിലബസുകാർക്കാണെങ്കിൽ ഇവിടെ സിലബസുകളുണ്ട്. CBSEക്കാർക്ക് ഇതേപോലെ സിലബസ് ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തുതരാം? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അത് ഇട്ടുതരാം. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സിലബസിനെ പറ്റി ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതേപോലെ CBSEയുടെ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 2 സിലബസുകൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ അതേ രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള എക്സാം ആയിരിക്കും. അതേപോലെ തന്നെ OMR ആണ്, അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. MCQ ടൈപ്പ് നമ്മളൊക്കെ കണ്ട് വരുന്ന MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്ന ടോപ്പിക്, അതായത് നിങ്ങൾക്ക് നീറ്റിന് JEEക്കൊക്കെ വേണ്ടിയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 4 സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ പല ആളുകൾക്കും എന്തെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നീറ്റ് എടുക്കണോ JEE എടുക്കണോ ഒക്കെ. അപ്പോൾ ഈ ഒരു എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഐഡിയ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതെന്നൊക്കെ പറഞ്ഞു തരാൻ നമ്മുടെ സൈലത്തിൽ തന്നെ ആളുകളുണ്ടാവും. നിങ്ങളൊന്നും പേടിക്കേണ്ട.
അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് എക്സാം നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ. ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലുടനീളമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളിയുള്ള കുട്ടികൾ, ഏറ്റവും കൂടുതൽ സീറ്റ് നമുക്ക് എന്തായി പോകും, ഫുള്ളായി പോകും. ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്നത് ഈ ഫസ്റ്റ് എക്സാമിലെ കുട്ടികൾക്കാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. അവർ നന്നായിട്ട് കഷ്ടപ്പെടും. ഇപ്പം നിങ്ങൾക്ക് ഓണം എക്സാമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിൻ്റെ സിലബസും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പഠിച്ചവരായിരിക്കും. പിന്നെ 9ാം ക്ലാസ്സിൻ്റെ കുറച്ച് സിലബസും കൂടി വരുന്നുണ്ട്. അത് രണ്ടും കൂടി മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, ഇതൊന്ന് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാ. ഇതിൽ 1ാം റാങ്ക് 2ാം റാങ്ക് എന്നൊന്നും ഇല്ല കേട്ടോ. കൂടുതൽ മാർക്ക് വാങ്ങുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നൊന്നും വിചാരിക്കേണ്ട. ആരൊക്കെ മാർക്ക് സ്കോർ ചെയ്യുന്നോ അവർക്കൊക്കെ എന്തുണ്ടാവും, സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് സൈലത്തിൽ തന്നെ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു മികച്ച അവസരം. 2 വർഷം നമുക്ക് സൈലം സ്കൂളുകളിൽ സ്റ്റേറ്റും CBSEക്കും 2 സിലബസുകളായിട്ട് പഠിക്കാനുള്ള അവസരമാണ്. ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, നമ്മുടെ നെക്സ്റ്റ് എക്സാമിനെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങളുടെ സൈലത്തിൻ്റെ സ്കൂളിലേക്ക് നടത്തുന്ന എക്സാമാണ് ഈ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ എക്സാം വരാൻ പോകുന്നത് 2026 നമ്മുടെ അടുത്ത മാസം സെപ്റ്റംബർ മാസം 13ാം തീയതിയാണ്. മറക്കരുത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് തരും, ഈ QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ എല്ലാ SSLC പഠിക്കുന്ന, CBSE പഠിക്കുന്ന, 10th CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മി ഷാഹിദ് റംസാൻ.